ശരിക്കും പറഞ്ഞാല് ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. പക്ഷേ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴ് ഒരു പാനിലോട്ട് ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതിലോട്ട് പുഴുങ്ങിയ മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കണം. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ച് ബട്ടർ കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയുടെ പകുതിയും എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കുവേ ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്കാണ് പ്രധാന ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്നങ്ങ് കലക്കിയെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്ക് നമ്മുടെ മുട്ട എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ബട്ടർ ഗാർലിക് കേക്കിന്റെ വേറൊരു വേർഷൻ എന്നൊക്കെ പറയാട്ടോ. അപ്പൊ പേരൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ, ടേസ്റ്റ് ഉണ്ടായ പോരെ. അപ്പൊ നല്ല അടിപൊളിയാണ്. ട്രൈ ആക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.